ഈ കഴിഞ്ഞ കുംഭമേള എന്തുകൊണ്ടും വളരെയധികം പ്രത്യേകതയുള്ള ഒന്നായിരുന്നു. അതിൽ എനിക്ക് പങ്കെടുക്കാനുള്ള ഒരവസരമുണ്ടായി. ഫെബ്രുവരി 9 മുതൽ 13 വരെയാണ് ഞാൻ അവിടെ കുംഭമേള നഗരിയായ പ്രയാഗ്രാജിൽ ഉണ്ടായിരുന്നത്. ആ പ്രയാഗ്രാജിൽ നിന്നും എനിക്കുണ്ടായ അനുഭവങ്ങളും ചില കാഴ്ചകളും നിങ്ങളുമായി പങ്കുവയ്ക്കാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പ്രയാഗ്രാജിലെ മഹാകുംഭമേള എനിക്ക് വളരെയധികം അത്യപൂർവമായ അനുഭവം തന്ന ഒരു മഹാമേള തന്നെയായിരുന്നു ഇത്. ചെറിയൊരു ഭയത്തോടെയാണ് ഞാൻ ഈ കുംഭമേളയ്ക്ക് പോയത്. കാരണം വലിയൊരു ജനക്കൂട്ടമുള്ള ഒരു സ്ഥലമാണല്ലോ. പക്ഷേ ഏറ്റവും വലിയ ജനക്കൂട്ടം, ഈ ലോകത്തിലേക്ക് തന്നെ ഏറ്റവും വലിയ ജനക്കൂട്ടം പങ്കെടുക്കുന്ന ഒരു സാംസ്കാരിക ആത്മീയ ആഘോഷമാണ്. അത് ചരിത്രപരമായിട്ടും പുരാണപരമായിട്ടും ഭാരതത്തിന്റെ ദേശീയതയിൽ അലിഞ്ഞു ചേർന്ന കൂട്ടായ്മയാണിത്. അത് 144 വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന നക്ഷത്ര ഗ്രഹനിലകളിലെ ദിവ്യ മുഹൂർത്ത നാളുകൾ, ഇങ്ങനെ അത്യപൂർവമായ ഒരു പ്രതിഭാസത്തിൽ പങ്കാളി ആവുക വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. ഏതാണ്ട് 65 കോടി ജനങ്ങൾ 2 മാസത്തിൽ പ്രയാഗ്രാജിൽ വന്നു പോയി എന്നാണ് ഔദ്യോഗികമായ കണക്ക്. അത് അമേരിക്കയുടെ ഒരു ഇരട്ടി ആളുകൾ ഉണ്ടത്. അത് ഈ കാനഡയിൽ നിന്ന് ഞാനിങ്ങനെ ഇതിന് പോകുന്ന സമയത്ത് ചെറിയൊരു ഭയത്തോടു കൂടി തന്നെയാണ് ഞാൻ പോയത്. കാരണം എത്ര അധികം ജനങ്ങൾ വരുന്നിടത്ത് എങ്ങനെ എത്തും, റെയിൽവേ സ്റ്റേഷനിലോ എയർപോർട്ടിലോ എത്തിയാൽ മേളനഗരിയിലേക്ക് എങ്ങനെ എത്തും എന്നുള്ള ഒരു കൺസേൺ ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക്. താമസം, ഭക്ഷണം, ബാത്റൂം, കൊതുക് ശല്യമുണ്ടോ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് വളരെയധികം പ്രശ്നങ്ങളായിട്ട് തോന്നിയിരുന്നു. എന്നെ കാത്ത് വളരെയധികം തിരക്കുള്ള ഒരു സ്റ്റേഷനാണ്, നിറച്ച ആൾക്കാര്, ജനസമുദ്രം. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഞാൻ ചെന്നിറങ്ങിയത്. അവിടെ ബാക്ക് പാക്കുമായിട്ട് ചെന്നിറങ്ങിയിട്ട് അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ എനിക്കൊരു ബൈക്ക് ടാക്സി കിട്ടി. BEd പഠിക്കുന്ന ഒരു ഗൗരവ് പാഠക് എന്ന് പറയുന്ന ഒരാളാണ് ബൈക്ക് ടാക്സിയിൽ എന്നെ കൊണ്ടുപോയത്. അത് ഈ മേള പ്രമാണിച്ച് 3 മാസത്തേക്ക് അവധിയെടുത്ത് പഠനത്തിൽ നിന്ന് വിട്ടുനിന്ന് ഇതിനു വേണ്ടിയിട്ട് എല്ലാവരും സഹായിക്കാൻ വേണ്ടിയിട്ട് അതൊരു ചെറിയ ബിസിനസ് ആയിട്ടാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. 2-2.5 മണിക്കൂർ സന്ദർശിച്ച് ഞാൻ പല ഇടവഴിയിലൂടെയും റോഡുകളിലൂടെയൊക്കെ പോയിട്ട് മലയാളികളായ സന്യാസിമാരെ കൂട്ടി താമസിക്കുന്ന കാളികാ പീഠൻ സെന്ററിന് മുന്നിൽ അയാൾ എന്നെ കൊണ്ടുവന്നാക്കി. അവിടെ 4 ദിവസം താമസിച്ചു. 4 ദിവസം താമസിച്ചിട്ട് 13-ന് അവന്റെ കൂടെ തന്നെ രാവിലെ 5 മണിക്ക് എയർപോർട്ടിലെത്തി അവിടെ നിന്ന് തിരികെ പോരുകയാണ് ചെയ്തത്. ഉന്നയന്തേ സ്വാധ്യോ മനസാ ദൈവയന്തഃ. ഈ കുംഭമേള നടക്കുന്നത് ഗംഗയില് ഉണങ്ങി വരണ്ട് കിടക്കുന്ന വിസ്താരമായിട്ടുള്ള മണപ്പരപ്പിലാണ്. അത് നോക്കത്താ ദൂരം നീണ്ട് പരന്ന് കിടക്കുന്ന മണപ്പുറത്ത് ഒരു താൽക്കാലിക നഗരം തന്നെ നിർമ്മിച്ചിരിക്കുകയാണ്. 3 ലക്ഷം ടെന്റ് ഗ്രൂപ്പുകൾ, അവയ്ക്കെല്ലാം ശുദ്ധജലം, കറണ്ട് എല്ലാം എത്തിച്ചിട്ടുണ്ട്. സമസ്ത ദുരിതാപനിവൃത്യർത്ഥം സർവദേവതാനാം പ്രീത്യർത്ഥം ധർമ്മസംരക്ഷണാർത്ഥം അസ്യ ദേശസ്യ അസ്യ രാഷ്ട്രസ്യ അഭ്യുദയാർത്ഥം സനാതനധർമ്മസ്യ സംരക്ഷണാർത്ഥം ഗായത്രീ ശക്തിപീഠസ്യ സംസ്ഥാപനാർത്ഥം
വേദ സംരക്ഷണാർത്ഥം യജ്ഞ സംരക്ഷണാർത്ഥം ദേവതാപ്രീത്യർത്ഥം സൂര്യനാരായണപ്രീത്യർത്ഥം ജഗദംബാപ്രീത്യർത്ഥം ഗായത്രീനാം സർവാനുഗ്രഹസിദ്ധ്യർത്ഥം ഗായത്രി യജ്ഞ കർമ്മ കരണായ സങ്കല്പം കരോമി. ോ അസ്തു വൈം ശ്യാമപതയോരൈനാം സനോ ഗന്ധർജനിതാ സവിധാതാ ധാമാനി വേദഭുവനാനി വിശ്വാ യത്ര ദേവാ അമൃതമാനസാനാസ്ത്രീയേ ധാമന്നഭ്യൈരയുക്ത അഗ്നേനയ സുപ്രധാരായേവസ്മാൻ വിശ്വാനി ദേവമയുനാനി വിദ്വാൻ അത് മലിനജലം കക്കൂസ് മാലിന്യം നീക്കാനുള്ള സുവർ സംവിധാനമുണ്ട്. 28 സെക്ടറുകളിലായിട്ട് മേള നഗരം ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. അത് ഓരോ സെക്ടറിലും ഫയർ സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ, റേഷൻ ഡിപ്പോ, ആശുപത്രി, അവിടുത്തെ ഭരണത്തലവന്മാരെല്ലാം ഉണ്ട്. सी जोत तुम्हारी जल निर्मल आता मैया, जल निर्मल आता शरण पड़े जो तेरी, शरण पड़े जो तेरी सोलग कर जाता. जय गंगे माता. പക്ഷെ ഏറ്റവും അമ്പരിപ്പിച്ചത് ഈ മണപ്പരപ്പിൽ നിർമ്മിച്ചിട്ടുള്ള റോഡുകളാണ്. പൊടിമണലിൽ വണ്ടി ഓടിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് റോഡ് മുഴുവൻ സ്റ്റീൽ പ്ലേറ്റ് വിരിച്ചിരിക്കുകയാണ്. അത് 3 അടി വീതിയും 16 അടി നീളമുള്ള 4 സ്റ്റീൽ പ്ലേറ്റുകൾ റോഡ് മുഴുവൻ ഇങ്ങനെ. അങ്ങനെയുള്ള 1000 കിലോമീറ്റർ റോഡുകളാണ് ഈ മണപ്പുറത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ടെന്റുകളും യജ്ഞമണ്ഡപങ്ങള്, പ്രഭാഷണത്തിനുള്ള തിയേറ്ററുകളൊക്കെ ഈ റോഡിന്റെ ഇരുവശങ്ങളിലുമായിട്ട് പണിതിരിക്കുകയാണ്. അത് ഈ ഓരോ മുക്കിലും മൂലയിലും സൗജന്യമായിട്ട് ഭക്ഷണം നൽകുന്ന സ്റ്റാളുകളുണ്ട്. അതിൽ അംബാനി മുതൽ കേരളത്തിലുള്ള കാളികാപീഠം വരെയുള്ള സ്ഥാപനങ്ങളുണ്ട്. അവിടെ താമസിച്ച 4 ദിവസവും ഞാൻ ഭക്ഷണം വില കൊടുത്ത് വാങ്ങിയിട്ടില്ല. എല്ലായിടത്തും ഓരോ ടെന്റും അവര് 2 ലക്ഷം രൂപയോളം ഡെപ്പോസിറ്റ് മേടിച്ചിട്ടാണ് അവിടെ ടെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ മേളയുടെ അവസാനം ഇത് മുഴുവൻ പൊളിച്ചെടുത്ത് വൃത്തിയാക്കി കൊടുത്താൽ മാത്രമേ ഡെപ്പോസിറ്റ് തിരിച്ചു കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഈ ജൂൺ ആവുമ്പോഴേക്ക് 4-5 മീറ്റർ പൊക്കത്തില് വെള്ളം നിറയുന്ന ഈ ഗംഗാ നദീതടം വളരെ വൃത്തിയാക്കിയിട്ടാണ് ഇവരൊക്കെ പോവുക. അതുകൊണ്ട് തന്നെ വളരെയധികം വൃത്തിയുള്ള ഒരു ആത്മീയ അന്തരീക്ഷമാണ് അവിടെ ഉള്ളത്. ഞാൻ മാഘ പൗർണമിക്ക്, അതായത് ഫെബ്രുവരി 12-ാം തീയതി എന്നുള്ള ഒരു കണക്കാക്കിയാണ് പോയത്. ഞാനവിടെ 4 ദിവസം ഉണ്ടായിരുന്നു. 4 ദിവസം സ്നാനം ചെയ്തു. ईश्वरेण सर्वभूतानां दामेवावे श्रियं मनसः काममागोतिं वाचागत्यमसेमहे वसूनां ब्रह्मवन्नस्य मैस्त्रे श्रेयकाम्बसः गरुडमेन प्रजाभूता वै सम्भवगर्दमः यवासमेघले मातरं पद्ममालिने पापः श्रियन्दशगुदाने जगले तवस्मे गृहे मातरं श्रियं वासमे गुले नाद्रामस्करणे मुष्टिं विकुलां पद्ममालिने. അപ്പൊ ആ കൂട്ടത്തിൽ ആ സമയത്താണ് രാഷ്ട്രപതി ദ്രൗപദി മുർജിയും ഒക്കെ അവിടെ ഉണ്ടായിരുന്നത്. എല്ലാ സ്നാനഘട്ടുകളും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വൃത്തിയുള്ളതായിട്ട് ആണ് അനുഭവപ്പെട്ടത്. ഒരു കഷ്ണം കടലാസ് വീണ പെറുകി കളയാൻ ആളുണ്ട്. ഈ എറണാകുളത്തിന്റെ മണം എന്ന് പറയുന്ന മണമൊന്നും ഒരു സ്ഥലത്തും ഇല്ല. ഒരു കൊതുക് പോലും എന്നെ കടിച്ചില്ല. ആ പുണ്യനദിയില് മുങ്ങാൻ ഞാനിങ്ങനെ ഇറങ്ങുമ്പോൾ കരയിൽ ഫോണും പേഴ്സും ഒക്കെ വെച്ചു. ആരും അത് തിരിഞ്ഞു നോക്കിയുമില്ല. വഴി നിറയെ നിരനിരയായിട്ട് ബയോ ടോയ്ലറ്റുകൾ ഉണ്ടായിരുന്നു. എല്ലായിടത്തും QR കോഡ് ഉണ്ട്. അപ്പൊ അത് വൃത്തിയല്ലെങ്കിൽ അത് അറിയിക്കാനുള്ള സംവിധാനമുണ്ട്.
അപ്പൊ പിന്നെ ഈ സാനിറ്ററി ജോലിക്കാരെ വളരെയധികം വന്നിക്കുന്ന ആൾക്കാരെ കണ്ടു. അവരെ വന്നിച്ച് ദക്ഷിണ കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനും കൂടിയിട്ടുണ്ട്. അവര് നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് വാസ്തവത്തിൽ കേരളത്തിലുള്ളവർക്ക് കുംഭമേള അധികം പരിചയമില്ല. അതേസമയം നമുക്ക് ഇത്തവണ സാധാരണ 1000-2000 പേര് പങ്കെടുക്കുന്ന കുംഭമേളകളാണ് സാധാരണ ഉണ്ടാവുക. പക്ഷെ ഈ കുംഭമേളയിൽ ഒരു 1.5-2 ലക്ഷം ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട്. അതിന് പ്രധാന കാരണക്കാരനായിട്ടുള്ളത് ജൂന അഖാഡയിലെ മഹാമണ്ഡലേശ്വരായിട്ടുള്ള ആനന്ദവനം സ്വാമി ആനന്ദവന ഭാരതിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ടെന്റിൽ തന്നെയാണ് ഞാൻ താമസിച്ചിട്ടുള്ളത്. സ്വാമിയുടെ കീഴില് അവിടെ ആ കാളികാപീഠത്തിൽ തന്നെ അതിനോട് ചേർന്നിട്ടുള്ള യജ്ഞമണ്ഡപത്തിൽ പലതരം യജ്ഞങ്ങളുണ്ടായിരുന്നു. അത്യാവശ്യം പാട്ടുകച്ചേരികള്, വലിയ പൂജകള് അതൊക്കെ ഉണ്ടായിരുന്നു. ഇതേപോലെ തന്നെ പല പല ടെന്റുകൾ, അങ്ങനെ ആ ടെന്റുകളിൽ മുഴുവൻ പല പല പരിപാടികൾ നടക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. ഓരോ ദിവസം 10-20 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കണ്ട് ഈ കുംഭമേള ആസ്വദിച്ച് തന്നെയാണ് ഞാൻ അവിടെ ഈ 4 ദിവസം ചെലവഴിച്ചത്. അത് അവിടെ ഒരു കിന്നര അഖാഡ എന്ന് പറഞ്ഞുണ്ട്. അതായത് ട്രാൻസ്ജെൻഡേഴ്സ് ആണ്. ആ ട്രാൻസ്ജെൻഡേഴ്സിൽ അവരുടെ കൂട്ടത്തിലും ഉണ്ട് മഹാമണ്ഡലേശ്വരന്മാരൊക്കെ ഉണ്ട്. അത് നമ്മൾ പറയുന്ന ഒരു ടോക്കൺ റെക്കഗ്നിഷൻ അല്ല. ഈ മഹാമണ്ഡലേശ്വരന്മാരായിട്ട് സാധാരണ അഖാഡകളിലുണ്ട്. ഈ അഖാഡ സമ്പ്രദായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഏകദേശം 13 അഖാഡകളാണുള്ളത്. അതിനകത്ത് ജൂന അഖാഡയാണ് വളരെ വലുത്. ഈ അഖാഡയിലേക്ക് ഇത്തവണത്തെ ഈ മഹാകുംഭമേളയുടെ സമയത്ത് ഏതാണ്ട് 10,000 ആൾക്കാർ സന്യാസിമാരായി മാറി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത. ഞാൻ കിന്നര അഖാഡയിലെ മഹാമണ്ഡലേശ്വരനെ പോയി കാണുകയുണ്ടായി. അവരും വളരെയധികം സന്തോഷമായിട്ട് നമ്മളെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തു. ഈ കുംഭമേളയിലെ സാമ്പത്തിക ശാസ്ത്രം നോക്കിക്കഴിഞ്ഞാൽ വലിയ ഒരു ഇതാണ്. കുംഭമേള വാസ്തവത്തിൽ UP സർക്കാരിന് ഒരു ലോട്ടറി അടിച്ച പോലെയാണ്. അവർ 6,200 കോടിയാണ് അത്ര മുടക്കിയത്. അതിന് നേരിട്ടുള്ള വരുമാനം മാത്രം ഏതാണ്ട് 30,000 കോടി വരും. പക്ഷെ അത് നേരിട്ടല്ലാതെ 2 ലക്ഷം കോടിയുടെ വരുമാനം ഉണ്ടാവുമെന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ നെറ്റിയിൽ ചന്ദനം പുരട്ടി അതിനകത്ത് ശ്രീരാമനോ അല്ലെങ്കിൽ ഓംനോ ഉള്ള മാർക്ക് ഇടുന്ന ആൾക്കാർക്ക് കിട്ടുന്നത് 30 കോടി ആൾക്കാർ അത് ചെയ്തു കഴിഞ്ഞാൽ ഒരു 10 രൂപ ദക്ഷിണ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് 300 കോടി രൂപയുടെ വരുമാനമായി. അതായത് അവിടെ സർക്കുലേറ്റ് ചെയ്യുന്ന എമൗണ്ട്. ഇതുപോലെ തന്നെ പല പല രീതിയിലുള്ള ബിസിനസ്സുകളും അവിടെ നടക്കുന്നുണ്ട്. അവർക്കെല്ലാം വളരെയധികം എമൗണ്ട് അവിടെ സർക്കുലേഷനിൽ വരുന്നതായിട്ട് ഞാൻ കണ്ടു. ഇത് ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു സംഘാടനം ആയിരുന്നു അവിടെ കുംഭമേളയിൽ എനിക്ക് കാണാൻ പറ്റിയത്. അത് പിന്നെ അവിടെ പോയിട്ട് അതിന് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നവര് അത് അവരവരുടെ ചോയ്സ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ 5 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ടാണെങ്കിലും ഈ 5 സ്റ്റാർ ഹോട്ടലിൽ നമ്മൾ അവിടുത്തെ വാഷ് ബേസിനിൽ മുഖം കഴുകണോ അല്ലെങ്കിൽ കമ്പോഡിൽ മുഖം കഴുകണോ എന്നുള്ളതൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെ ചോയ്സാണ്. അപ്പോൾ ക്ഷീരമുള്ളവർ അകിടും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറയുന്നവരാണ് ഈ കുംഭമേളയിൽ പോയിട്ട് ചൊറിച്ചിലുണ്ടാവുന്ന കാര്യമൊക്കെ സംസാരിക്കുന്നത്. അതൊരു അനാവശ്യമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. വസുദൈവ കുടുംബകം, അതായത് ലോകം മുഴുവൻ ഒരു കുടുംബം എന്നുള്ള രീതിയിൽ ആണ് ഈ കുംഭമേള നടത്തിയിട്ടുള്ളത്. വളരെയധികം ഭംഗിയായിട്ട് നടന്ന ഈ കുംഭമേളയിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഞാനൊരു പുതിയ മനുഷ്യനായിരുന്നു.
കാരണം ഇത്രയധികം ആളുകൾ കൂടുന്ന ഒരിടം ഇത്ര ഭംഗിയായിട്ട് കൈകാര്യം ചെയ്ത് അവിടെ നിന്ന് വളരെ സമാധാനത്തോടുകൂടി മടങ്ങി വരുമ്പോൾ അടുത്ത കുംഭമേള അതിന് പോകാനുള്ള കാര്യങ്ങളെ പറ്റി ഇപ്പോഴേ ഞാൻ ആലോചിച്ചു തുടങ്ങി. എല്ലാവർക്കും നമസ്കാരം.